ഒരുപക്ഷെ 2006 LDFിന്റെ പ്രകടന പത്രിക നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാകും. ആ പ്രകടന പത്രികയിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി പരിശോധിക്കുമ്പോൾ അവയിലൊന്നും തന്നെ നടപ്പിലാക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. 100-ലേറെ സീറ്റ് കൊടുത്ത് ഏറെ പ്രതീക്ഷകളുമായി 2006 തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലേക്ക് ജനങ്ങൾ ശ്രീ VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ പറഞ്ഞയക്കുമ്പോൾ ഒട്ടേറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളൊന്നും തന്നെ പൂവണിഞ്ഞില്ല. 2011 CPMന്റെ പ്രകടന പത്രിക എടുത്ത് പരിശോധിക്കുമ്പോൾ 2006 പ്രകടന പത്രികയുടെ തനിയാവർത്തനമാണ് അതിൽ കാണുവാൻ വേണ്ടി കഴിയുന്നത്. വേറെ വാക്കുകൾ മാറ്റിക്കൊണ്ട് വേറെ രീതിയിൽ ആ പ്രകടന പത്രിക അവതരിപ്പിക്കുകയാണ് നമ്മുടെ മുമ്പിൽ ചെയ്തിട്ടുള്ളത്. 5 വർഷം കൊടുത്തിട്ടും വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഗവൺമെന്റിന് ജനങ്ങളുടെ മുമ്പിൽ യാതൊന്നും അവകാശപ്പെടുവാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചില നാടകങ്ങൾ കളിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് തേടാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ മുന്നണി നിൽക്കുന്നത്. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിൽ പറഞ്ഞിരുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ കുതിച്ചുകയറ്റമുണ്ടാകും, വ്യവസായ മേഖലയിൽ മുന്നോട്ട് പോക്കുണ്ടാകും, കേരളത്തിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തും, കേരളത്തിലെ കാർഷിക മേഖലയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു, അത് ഞങ്ങൾ തരണം ചെയ്യുമെന്നെല്ലാം പറഞ്ഞ് അധികാരത്തിൽ വന്നു. കേരളത്തിലെ വ്യവസായ മേഖലയെ തകർക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചു. കാർഷിക മേഖലയിൽ കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്ത കർഷകരുടെ കടങ്ങൾ മാത്രമേ എഴുതിത്തള്ളുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുമാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ പൂർണ്ണമായി നടപ്പിലാക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ തേനും പാലും ഒഴുക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവർ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ലോകം മുഴുവൻ മാതൃകയായിരുന്ന വിദ്യാഭ്യാസ മേഖലയെ പിറകോട്ട് പിടിച്ചു വലിക്കുന്ന സമീപനങ്ങളിൽ ഏർപ്പെടുകയാണ് ഉണ്ടായത്. സാധാരണക്കാർ കടന്നു ചെല്ലുന്ന സർക്കാർ ആശുപത്രികൾ ഇന്ന് വെള്ളവും വെളിച്ചവും ഇല്ലാതെ ബാലികേരാമലകളായി മാറിയിരിക്കുന്നു. അവിടെ സ്ത്രീകൾ പ്രസവത്തിന് ചെന്നാൽ പോലും ഡോക്ടർമാരെ കിട്ടുന്ന അവസ്ഥയില്ല എന്നുള്ളതാണ്. എന്തിനു പറയുന്നു? ഡോക്ടർമാർ തന്നെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലപ്പോഴായി സമരം നടത്തേണ്ടി വന്നു, എല്ലാ യൂണിയനുകളിൽപ്പെട്ട ആളുകൾ. അതുകൊണ്ട് തന്നെ രോഗികൾക്ക് ചികിത്സ പലതവണ മുടങ്ങുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായി. പണിയെടുക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാരും കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്തുവാനും അവരുടെ കഴിവുകൾ വിനിയോഗിക്കാനും ആഘോഷമായും 2.5 ലക്ഷം പേർക്ക് പരോക്ഷമായും തൊഴിൽ കിട്ടേണ്ട സ്മാർട്ട് സിറ്റിയെ 4.5 വർഷക്കാലം വലിച്ചു നീട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ എന്തെല്ലാം ഒരു രീതിയിൽ ഒപ്പിട്ട് വെച്ചിരിക്കുക അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അങ്ങനെ IT മേഖലയിൽ ഉൾപ്പെടെ വിവര സാങ്കേതികത നമ്മൾ ദുഃഖത്തോടെ കഴിഞ്ഞ കാലങ്ങളിൽ നോക്കി കാണുകയാണ്. അങ്ങനെ യഥാർത്ഥ വികസനത്തെ തകർത്ത ഒരു ഗവൺമെന്റിനെ കേരളത്തിലെ ജനങ്ങൾ പടിയിറക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. ആ ഗവൺമെന്റ് ആകട്ടെ ഇപ്പൊ വീണ്ടും തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അതിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നത് ശ്രീ VS അച്യുതാനന്ദനാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ബഹുമാന്യനായ മുഖ്യമന്ത്രി. അദ്ദേഹത്തെ എന്ന് പറയുന്നത് CPMനകത്ത് തന്നെ യാതൊരുവിധ അംഗീകാരവും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാകേണ്ട എന്നുള്ളത് CPM തീരുമാനിച്ചത്. പക്ഷേ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിനകത്ത് 5 പേരും 10 പേരും 15 പേരും പ്രകടനം നടത്തുമ്പോൾ ആ പ്രകടനത്തിന്റെ ഭാഗമായി മാത്രമാണ് ശ്രീ VSനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി ഈ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി ഇറങ്ങിയാൽ LDF അമ്പയെ പരാജയപ്പെടുമെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കേണ്ട എന്ന് തീരുമാനിച്ചത്. ഈ നാടകം നമ്മൾ ഇന്ന് മാത്രമല്ല കണ്ടത്, 2006 ഇതേ നാടകം തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുകയുണ്ടായി. പക്ഷേ